പക്മാക് ട്രെയിൽ ആരംഭിക്കുന്നത് പെരിയാർ ടൈഗർ റിസർവിലെ ഈ ചെക്ക് പോസ്റ്റിൽ നിന്നാണ്. ഈ കാണുന്ന റോഡിലൂടെ കയറി നമ്മൾ ഇവിടെ എത്തും. ഇവിടെ നിന്ന് തിരിഞ്ഞ് നമ്മൾ കാട്ടിലേക്ക് കയറും. പെരിയാർ ടൈഗർ റിസർവിനെ കുറിച്ചും ഇവിടുത്തെ ജീവജാലങ്ങളും അവരുടെ ഹാബിറ്റാറ്റും ഇവിടുത്തെ എക്കോസിസ്റ്റത്തിന്റെ ആവശ്യകതകളും എല്ലാം ഇവിടെ ഓരോ ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ട്. നിങ്ങൾ കാട്ടിലൂടെ നടക്കാൻ ഇഷ്ടമുള്ളവരാണ്, നിങ്ങൾ പെരിയാർ ടൈഗർ റിസർവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു ട്രെക്ക് ഇതാണെന്നാണ് ഞാൻ പറയുക. മുതിർന്നവർക്ക് മാത്രമല്ല, കുട്ടികൾക്കും കാടിനെപ്പറ്റി നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ട്രെക്ക് കൂടിയാണിത്. വൈകാതെ തന്നെ ആദ്യത്തെ സൈറ്റിംഗ് കിട്ടി. ദൂരെ മരത്തിന്റെ മുകളിൽ നീലഗിരി ലങ്കൂറാണ്. നമ്മളെ കണ്ടതിന് ശേഷം കുറച്ചു നേരം നമ്മളെ ഒന്ന് നോക്കി നിന്നു. ഇവർ പൊതുവെ വളരെ ഷൈ ആയിട്ടുള്ളൊരു അനിമലാണ്. നമ്മൾ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ശ്രദ്ധിച്ച് നടന്നാൽ ഇവരെ ഷുവറായിട്ട് തന്നെ ഈ ട്രക്കിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ട്രക്കിങ്ങിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞങ്ങൾ 2 പേര് മാത്രമാണ് ഈ ട്രക്കിങ്ങിനുള്ളത്. ഇതൊരു സെൽഫ് ഗൈഡഡ് ട്രക്കാണ്. നമ്മുടെ ഒപ്പം ഗൈഡ് ഉണ്ടാവില്ല. യൂഷ്വലി നമ്മുടെ ഗൈഡാണ് നമുക്ക് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും അനിമൽസിനെയൊക്കെ അധികം സ്പോട്ട് ചെയ്ത് തരാറുള്ളത്. പക്ഷേ ഇവിടെ നമ്മളാണ് എല്ലാം ചെയ്യുന്നത്. ഓരോന്ന് സ്പോട്ട് ചെയ്യുന്നതും ഐഡൻറ്റിഫൈ ചെയ്യുന്നതും എല്ലാം നമ്മൾ തന്നെ. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ നമുക്ക് അടുത്ത സൈറ്റിംഗ് കിട്ടി. കുറച്ച് ദൂരെ ഒരു പുൽമേടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് നിൽക്കുന്ന സാമ്പാർ ഡിയർ ആയിരുന്നു. സാമ്പാർ ഡിയർ വളരെ അലേർട്ടായിട്ടുള്ളൊരു ആനിമലാണ്. നമ്മുടെ പ്രസൻസ് അതിന് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ഈ ക്യാമോഫ്ലാഷ് ഡ്രസ്സും നമ്മൾ അധികം ശബ്ദമുണ്ടാക്കാത്തത് കൊണ്ടും കുറേ ദൂരെ ആയതുകൊണ്ടൊക്കെ എന്താണ് ത്രെറ്റ് എന്ന് അതിന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. നമ്മളെ കുറച്ചു നേരം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം അത് അവിടെ നിന്ന് മാറിപ്പോയി. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ വീണ്ടും ആ പുൽമൈതാനത്തിൽ സാമ്പാർ ഡിയറിനെ കണ്ടു. നമ്മുടെ സൗണ്ട് കേട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് അവരൊന്ന് തലപൊന്തിച്ച് നോക്കുന്നുണ്ട്. ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇവർ അലേർട്ട് ആവുമ്പോൾ ഇവരുടെ ബോഡി ലാംഗ്വേജ് മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. ചെവി ഇങ്ങനെ വട്ടം പിടിക്കും, എന്നിട്ട് സൗണ്ട് വരുന്ന സൈഡിലേക്ക് ചെവി മൂവ് ചെയ്യും. കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നിയപ്പോൾ പുല്ല് തിന്നാൻ തുടങ്ങി. വീണ്ടും നമ്മുടെ സൗണ്ട് കേട്ടിട്ടാവാം അലേർട്ടായി. എന്നിട്ട് വാല് കണ്ടോ മൂവ് ചെയ്യുന്നത്? ശരിക്കും അലേർട്ട് ആവുമ്പോൾ ഫുൾ സ്ട്രെയിറ്റ് ആവും. അതതിൻ്റെ കാല് ഗ്രൗണ്ടിൽ സ്റ്റാമ്പ് ചെയ്ത് ബാക്കിയുള്ളവരെയും കൂടി അലേർട്ട് ചെയ്യുകയാണ്. ഞങ്ങളെ വളരെ കാര്യമായി തന്നെ നോക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് ആകെ കൺഫ്യൂഷനിലാണത്. ചെവി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്ത് നോക്കുന്നുണ്ട്.
ഇനി ഇവർ അലേർട്ട് ആവുന്ന സമയത്ത് ഉണ്ടാക്കുന്ന സൗണ്ട് ഒന്ന് കേൾക്കാം. അവർ പതിയെ പുല്ലും തിന്നുകൊണ്ട് കാടിൻ്റെ ഉള്ളിലേക്ക് കയറി തുടങ്ങി. ഇതുവരെ ഞങ്ങൾ 2-3 എണ്ണത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നൊരു സൗണ്ട് ഉണ്ടായി കുറേ സാമ്പാഡിയേഴ്സ് പുറത്തേക്ക് ഓടി വന്നു. എന്താന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. കുറച്ചു നേരമായി അവിടുന്ന് ലങ്കൂറിൻ്റെ അലാംകോള് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇവരിങ്ങനെ ഓടി വന്നപ്പോഴാണ് ഇത്ര അധികം മ്ലാവുകൾ നമ്മുടെ അടുത്തുണ്ടായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞത് തന്നെ. നമ്മുടെ ക്യാമറ കിട്ടിയതിനേക്കാളും കൂടുതലും മ്ലാവുകൾ ഉണ്ടായിരുന്നു. കുറേ പേര് അതിൻ്റെ ഉള്ളിൽ നിന്ന് ബാക്കിൽ കൂടിയൊക്കെ ഓടിപ്പോയി. അതിലൊരു മ്ലാവ് മാത്രം പിന്നെ നമ്മളെ കുറച്ചു നേരം കൂടി നോക്കി നിന്നു. നമ്മളെ നോക്കുന്നുണ്ടെങ്കിലും ചെവി അവർ ഓടി വന്ന ഭാഗത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് തിരിക്കുന്നുണ്ടത്. കുറച്ചു നേരം കൂടി നമ്മളെ നോക്കിയിട്ട് അത് വീണ്ടും നമ്മുടെ അടുത്ത് നിന്ന് ഓടി മറിഞ്ഞു. നമുക്ക് കാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഏത് രീതിയിൽ ബിഹേവ് ചെയ്യണമെന്ന് ചെറിയൊരു ഐഡിയ നമുക്ക് സ്വയം മനസ്സിലാക്കാൻ ഇതുപോലെയുള്ള സെൽഫ് ഗൈഡഡ് ട്രക്ക് വളരെ യൂസ്ഫുൾ ആണ്. സോ നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു ട്രക്ക് പക്മാക് ട്രെയിലാണ്. പെരിയാറിലെ പക്മാക് ട്രെയിൽ കേട്ടോ. പറമ്പിക്കുളത്തെ പക്മാക് ട്രെയിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളതാണ്. നമ്മൾ ഈ ട്രെക്കിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ട്രെക്കിംഗ് പാത്തിൽ നിന്ന് ഒരിക്കലും ഡീവിയേറ്റ് ചെയ്ത് പോവരുത്. ഇവർ കറക്റ്റായിട്ട് നമുക്ക് നടക്കാനുള്ള വഴിയിൽ സ്റ്റോൺ ബോർഡ് കാർവിങ്ങിൽ നിറയെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കാണപ്പെടുന്ന ആനിമൽസിൻ്റെ ഡിസ്ക്രിപ്ഷൻ അത്യാവശ്യം ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇവിടെയുള്ള ബേർഡ്സിൻ്റെ പിക്ചറും പേരും ചെറിയ സ്റ്റോൺ ബോർഡിൽ കാർവ് ചെയ്തിട്ടുമുണ്ട്. ഒരുപാട് മരങ്ങളുണ്ട് ഇവിടെ. അതിൻ്റെയൊക്കെ ഇൻഫർമേഷൻ ആ മരത്തേൽ ഹാങ് ചെയ്തിട്ടുമുണ്ട്. ചിലവർക്ക് ചെടികളോടും മരങ്ങളോടുമായിരിക്കാം ഇഷ്ടം, ചിലവർക്ക് ആനിമൽസിനോടായിരിക്കാം. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വച്ചിട്ടുണ്ട്. നമുക്ക് ഗൈഡൊന്നും ഇല്ലാണ്ടും ഫോറസ്റ്റിനെ ശരിക്കും അടുത്തറിയാൻ പറ്റിയ ഒരു ട്രക്കാണിത്. വളരെ ഷോർട്ടും ഈസിയുമായിട്ടുള്ളൊരു ട്രക്കും കൂടിയാണ്. ശരിക്കും പെരിയാർ ടൈഗർ റിസർവിലെ ആംബിയൻസ് നമുക്കിതിൽ മനസ്സിലാക്കാനും പറ്റും. സാധാരണ നമ്മൾ പെരിയാർ ടൈഗർ റിസർവിൽ വരുമ്പോൾ ബോട്ടിങ്ങിനൊക്കെ പോകാനായിട്ട് നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഫോറസ്റ്റിൻ്റെ ബസ്സിലാണ് പോകുന്നത്. പക്ഷെ നമുക്ക് ചെക്ക് പോസ്റ്റിൽ വന്നിട്ട് ഇങ്ങനൊരു ഓപ്ഷനും കൂടി ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് റോഡിലൂടെ നടന്നു പോകാം, അല്ലെങ്കിൽ നമുക്ക് ഈ ട്രക്ക് ചൂസ് ചെയ്യാം. മറ്റു ട്രക്കിങ്ങുകളെ അപേക്ഷിച്ച് പക്മാക് ട്രെയിൽ വളരെ ചീപ്പായൊരു ട്രക്ക് കൂടിയാണ്.
മുതിർന്നവർക്ക് 120 രൂപയും കുട്ടികൾക്ക് 25 രൂപയുള്ളൂ. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികളെ പേരൻസിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ ഗാർഡിയൻസിൻ്റെ ഒപ്പമോ ഒക്കെ ഈ ട്രക്കിങ്ങിന് വിടാറുണ്ട്. ശരിക്കും ഇന്നത്തെ കുട്ടികളാണല്ലോ നാളത്തെ ഫ്യൂച്ചർ. അവർക്ക് ഫോറസ്റ്റിൻ്റെ ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് തന്നെ ഈ ട്രക്കിങ്ങിലൂടെ കിട്ടും. നമ്മൾ എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നും നമ്മൾ എന്തിനാണ് അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. അവർക്ക് നേച്ചറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ട്രക്ക് തന്നെയാണിത്. ഇവിടെയാണ് നമ്മുടെ ട്രെക്കിംഗ് അവസാനിക്കുന്നത്. ഈ റോട്ടിൽ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ നമുക്ക് ബോട്ട് ലാൻഡിങ്ങിലേക്ക് എത്താം. ചെക്ക് പോസ്റ്റിൽ നിന്ന് അങ്ങോട്ട് പോകാനുള്ള വേറൊരു ഓപ്ഷനാണിത്, ബഗ്ഗി സഫാരി. ഇതിലൂടെ നടക്കാൻ താല്പര്യമില്ല, എന്നാൽ ഫോറസ്റ്റിനെ കുറച്ചും കൂടി ആസ്വദിച്ച് പോകണമെന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണിത്. ബസ്സിനെക്കാട്ടും കുറച്ച് കോസ്റ്റ്ലിയാണ്. ബേർഡ്സ് ഒരുപാടുണ്ടെങ്കിലും വീഡിയോയ്ക്ക് വേണ്ടി ഇരുന്ന് തന്ന ബേർഡ് ഇതായിരുന്നു, റാക്കറ്റ് ടെയിൽ ഡ്രോങ്കോ. വളരെ കോമൺ ആയിട്ടുള്ളൊരു ബേർഡ് തന്നെയാണ്. ശരിക്കും നമ്മൾ ഇതിലൂടെ നടക്കുമ്പോഴാണ് ബസ്സിൽ വരുമ്പോൾ എത്രമാത്രം ബേർഡ്സിനെയും ആനിമൽസിനെയും ഒക്കെ നമ്മൾ മിസ് ചെയ്ത് പോകുന്നുണ്ടെന്ന് മനസ്സിലാവുക. അടുത്ത് നമുക്ക് പോസ്റ്റ് ചെയ്ത് തന്ന ബേർഡ് ഇതാണ്, മലബാർ ഗ്രേ ഹോൺബിൽ, കോഴിവേഴാമ്പൽ. കാണാൻ ഇന്ത്യൻ ഗ്രേ ഹോൺബിലിനെ പോലെ ഉണ്ടെങ്കിലും ഇവരുടെ ചുണ്ടിനൊരു കളർ വ്യത്യാസമുണ്ട്. ഒരു യെല്ലോ കളറാണ്, മറ്റതിന് ഒരു ബ്ലാക്ക് കളറായിരിക്കും. നമ്മൾ പോകുന്ന വഴിയേ ഉള്ള ആമയുടെ ഷേപ്പുള്ള ടേർട്ടിൽ കോഫി ഷോപ്പാണിത്. ഇതിനോട് ചേർന്ന് നല്ല കാമായിരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമുണ്ട്. നേരത്തെയൊക്കെ പെരിയാർ ടൈഗർ റിസർവിൽ വരുമ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ബോട്ട് ലാൻഡിങ്ങിലേക്ക് പോവുക. ഇപ്പോൾ നമ്മുടെ ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറത്തേക്ക് സ്റ്റേ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വണ്ടി കടത്തി വിടുകയുള്ളൂ. അങ്ങനെ നമ്മൾ പെരിയാർ ടൈഗർ റിസർവിലെ ഏറ്റവും അധികം ആൾക്കാർ വരുന്ന ഒരു സ്പോട്ടായ ബോട്ട് ലാൻഡിങ്ങിലെത്തി.
ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ തന്നെ മുല്ലപ്പെരിയാർ ഡാമിന്റെ റിസർവോയറിലൂടെയുള്ള ഈ ബോട്ടിംഗ് ആണ്. ആ ബോട്ടുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബോട്ടിങ്ങിന് ടിക്കറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. വീക്കെൻഡ്സിൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. തേക്കടിയിൽ വരുന്നവർ മിക്കപ്പോഴും ബോട്ടിംഗ് ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് ഇങ്ങോട്ടൊന്നും വരാറില്ല. ടിക്കറ്റ് കിട്ടിയില്ലെങ്കിലും ഇവിടെ വന്ന് ഇതൊക്കെയൊന്ന് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് ബോട്ട് ലാൻഡിങ്ങിൽ ഇരുന്നാൽ തന്നെ സൈറ്റിങ്സ് കിട്ടും. അങ്ങനെ കിട്ടിയ ഒരു സൈറ്റിംഗ് ആയിരുന്നു ഇത് ഈ പഗ്മാക് ട്രയൽ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയതല്ല കേട്ടോ. മുൻപൊരിക്കൽ ബോട്ട് ലാൻഡിങ്ങിലേക്ക് നടന്നു വന്നപ്പോൾ കിട്ടിയതാണ്. ആദ്യം ഈ ഒരൊറ്റ ആനയെ ഞങ്ങൾ കണ്ടുള്ളൂ. കുറച്ചപ്പുറത്ത് മാറി വളരെ സ്വസ്ഥമായി റിസർവോയറിന്റെ സൈഡിൽ നിന്ന് പുല്ല് തിന്നുകയായിരുന്നു. പിന്നീട് കുറച്ചപ്പുറത്തേക്ക് നോക്കിയപ്പോഴാണ് ഇത് വലിയൊരു ഹേർഡാണെന്ന് മനസ്സിലായത്. ഈ ഹേർഡിൽ ചെറിയൊരു കുട്ടിയാനയുമുണ്ട്. തൊട്ടപ്പുറത്തായിട്ട് ഒരു കുട്ടിക്കൊമ്പനും ഉണ്ടായിരുന്നു. നമ്മുടെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും. നമുക്ക് കിട്ടിയ വിഷ്വൽസ് വെച്ചിട്ട് നമ്മൾ ആനകളുടെ ബിഹേവിയറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഹേർഡിൽ നിന്ന് കുട്ടിക്കൊമ്പന്മാരെ പുറത്താക്കുന്നതാണ് പതിവ്. ഇങ്ങനെ സാധാരണ ചെയ്യുന്നത് ഹേർഡിലുള്ള ഫീമെയിൽസ് ആയിട്ട് മേറ്റ് ചെയ്യാതിരിക്കാനാണ്. മാട്രിയാർക്ക് ഒരു കാരണവശാലും ഇത് സമ്മതിക്കാറില്ല. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ഹേർഡിലുള്ള ആനകൾ തമ്മിലുള്ള ചെറിയ ഫൈറ്റ് ആയിരിക്കുമെന്നാണ്. പിന്നീടാണ് ഈ കുട്ടിക്കൊമ്പൻ മേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബിഹേവിയറാണ് കാണിക്കുന്നതെന്ന് മനസ്സിലായത്. ഇങ്ങനത്തെ ബിഹേവിയർ കാണിച്ചു തുടങ്ങുമ്പോഴാണ് ഇവരെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുക.
ഇതും കുറച്ച് റെയർ ആയിട്ടുള്ളൊരു വിഷ്വൽ തന്നെയാണ്. ഇതുപോലെ ഒരു പ്രാവശ്യം ആനകളുടെ ഒരു ഹേർഡ് ഈ റിസർവോയർ നീന്തി ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ച ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നാലും നമുക്ക് ചിലപ്പോൾ ആനിമൽ സൈറ്റിങ്സ് കിട്ടാം. ഇന്നത്തെ പക്മാക് ട്രെയിലിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. കറണ്ട് അപ്ഡേറ്റ്സിനായിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ID കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.